ഇപ്പോൾ സച്ചിൻ കൂടി ചേരുന്നുണ്ട്. സച്ചിൻ, നിലവിൽ നമ്മൾ നേരത്തെ അനൂപ് പറഞ്ഞത് കേട്ടതാണ്. വലിയ തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് ആണ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായി 6 സോണുകളിൽ നിന്നും വലിയ തരത്തിലുള്ള ആളുകളെ മൃതദേഹങ്ങൾ 4 മൃതദേഹങ്ങൾ ചൂരൽമലയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് മേഖലകളിൽ സമാനമായ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ പാറകൾ നീക്കി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിൻ ഏത് മേഖലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? അവിടെ നിന്ന് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സിജു, ഞാനിപ്പോൾ നിൽക്കുന്നത് സോൺ 3, 4 മേഖലകളിൽപ്പെട്ട ഭാഗങ്ങളിലാണ്. വെള്ളയാർമല ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെയും ദ്രുതഗതിയിലാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ ബെയിലി പാലം ഈ ചൂരൽമലയിൽ നിർമ്മിച്ചതോടുകൂടി വലിയ രീതിയിൽ JCBയും ഹിറ്റാച്ചിയും മറ്റ് ഉപകരണങ്ങളും എത്തിച്ച് നേരിട്ട് മണ്ണുകൾ മാറ്റിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ പാറകളാണ് ഈ മേഖലകളിലൊക്കെ ഉരുൾപൊട്ടി ഒലിച്ച് എത്തിയിട്ടുള്ളത്. അതൊക്കെ വലിയ രീതിയിൽ മാറ്റിയതിന് ശേഷം വേണം ഇനി ഈ മണ്ണിനടിയിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ. ഇപ്പോൾ നിലവിൽ പാറകൾ ഇല്ലാത്ത ഭാഗങ്ങളിലെ മണ്ണ് നീക്കിക്കൊണ്ടാണ് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ തിരച്ചിലിന് വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. 6 മണിയോടുകൂടെ സുരക്ഷാ സന്നാഹങ്ങളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെല്ലാം തയ്യാറെടുത്ത് 7 മണിയോടുകൂടിയാണ് രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ തിരച്ചിലും ആരംഭിച്ചത്. രാവിലെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ 4 പേരെ പടക്കുന്നിൽ വെച്ച് സച്ചിൻ ഇപ്പോൾ നിൽക്കുന്ന ഈ വെള്ളാർമല HS-ന്റെ സമീപത്താണല്ലോ. അവിടെ വലിയ തരത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. വലിയ വമ്പൻ പാറകൾ, 100 കണക്കിന് പാറകൾ അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് എത്രത്തോളം ഈ വന്ന് താഴേക്ക് പതിച്ച പാറകളിൽ എത്ര ശതമാനം അവിടെ നിന്ന് നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? സിജു, നിലവിൽ പാറകൾ നീക്കിയിട്ടില്ല. കാരണം വലിയ ശക്തമായ ജലമൊഴുക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ കാരണം വെള്ളം ഒഴുകുന്നുണ്ട്. ഈ ശക്തമായ രീതിയിൽ വെള്ളം ഒഴുകുന്നത് ചില ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനത്തെ അടക്കം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മണ്ണ് അടിഞ്ഞ മേഖലകളിൽ, അതായത് ചളിയും മണ്ണുമൊക്കെ അടിഞ്ഞ ഭാഗങ്ങളിലാണ് ഇപ്പോൾ JCBയും അതുപോലെ തന്നെ ഹിറ്റാച്ചിയും ഉപയോഗിച്ച് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് മാറ്റിയതിന് ശേഷം ഇവിടെ മൃതദേഹങ്ങൾ ഉണ്ടോ തുടങ്ങിയ പരിശോധനകളാണ് നടത്തുന്നത്. കാരണം ഇന്നലെ ഡോഗ് സ്ക്വാഡ് നേതൃത്വത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ മനുഷ്യൻ്റെ സാന്നിധ്യമുണ്ട് എന്ന കണ്ടെത്തൽ നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മണ്ണ് മാറ്റി ആദ്യഘട്ട പരിശോധന എന്ന നിലക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പാറകളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഭീകരമായ ഒരു അവസ്ഥയിലാണ് ഈ വെള്ളാർമല ചൂരൽമല ഭാഗങ്ങളിലുള്ളത്. ഇത്രയും വലിയ പാറകളാണ് ഒലിച്ചു വന്ന് ഈ ഭാഗത്തെ വീടുകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ അടക്കമുള്ള ഭാഗങ്ങളിൽ പതിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഈ വെള്ളാർമല സ്കൂൾ കെട്ടിടമടക്കമുണ്ട്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ്, സ്കൂൾ കെട്ടിടത്തിൻ്റെ ചില ശേഷിപ്പുകൾ മാത്രമാണ് ഈ ഭാഗത്ത് ഇനി അവശേഷിക്കുന്നത്. അത്രയും ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വില്ലേജ് ഓഫീസും അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെ നിൽക്കുന്ന ഭാഗം ഇല്ലാതായിരിക്കുകയാണ്. ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. മാത്രമല്ല, പാലം നിർമ്മാണം പൂർത്തിയായതോടുകൂടെ വലിയ രീതിയിൽ വാഹനങ്ങളും ഹിറ്റാച്ചി JCB തിരച്ചിലിൻ്റെ പ്രവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരടക്കം ഈ മേഖലകളിലെത്തി നേരിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനപ്രതിനിധികളായ MP-മാരും ഒക്കെ സന്ദർശനം നടത്തുന്നു. അല്ല സച്ചിൻ, നേരത്തെ നമ്മൾ അനൂപ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത് അവിടെ നടക്കുന്ന പ്രധാന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ വലിയ പാറകഷ്ണങ്ങൾ നീക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സച്ചിൻ പറയുന്നത് പ്രകാരം ഇപ്പോൾ ഈ വെള്ളാർമല സ്കൂളിൻ്റെ അടുത്ത് വലിയ പാറകളാണ്, അത് നീക്കുന്ന പ്രവൃത്തിയല്ല, മണ്ണ് നീക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴുമുള്ള ആശങ്ക എന്ന് പറയുന്നത് ഈ വലിയ പാറകൾക്കടിയിൽ മനുഷ്യൻ പെട്ടിട്ടുണ്ടാകണം. അപ്പോൾ അത് നീക്കുന്ന ഒരു പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നത് കനത്ത മഴയാണ്, ഇപ്പോഴും നീരൊഴുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് സച്ചിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു, തീർച്ചയായും
വലിയ രീതിയിൽ നീരൊഴുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. മാത്രമല്ല ഈ ഭാഗങ്ങളിൽ മുകളിൽ നിന്നും ഒലിച്ചു വന്ന മണ്ണുകളും വലിയ പാറകളും ഈ ഭാഗങ്ങളിൽ വലിയ രീതിയിലുണ്ട്. അത് പൊട്ടിച്ച് മാറ്റിയാൽ മാത്രമേ ഈ പാറകളുടെ അടിയിൽ ആളുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം വലിയ പാറകളാണ്. നിലവിലുള്ള ഉപകരണങ്ങൾക്കൊന്നും ആ പാറകൾ പൊട്ടിക്കാനുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇല്ല. ക്രഷറി അങ്ങനത്തെ വലിയ ഉപകരണങ്ങൾ എത്തിച്ച് മാത്രമേ പാറകൾ പൊട്ടിച്ച് അടിയിലുള്ള ഇത് നീക്കാൻ വേണ്ടി. അത് ഇന്ന് ഈ മേഖലകളിൽ അടിഞ്ഞിട്ടുള്ള മണ്ണുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കുള്ളിലടക്കം വലിയ രീതിയിൽ ചളികളും മറ്റും അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതൊക്കെ നീക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഭാഗത്തെ 3-4 സോണുകളിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സിജു, ശരി, സച്ചിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.